ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഒരു പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അധികം പണിയൊന്നുമില്ല, ക്രിസ്പിയാണ്, സ്പൈസിയാണ്. അപ്പോൾ ഈ റമദാൻ ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോ മുഴുവനായിട്ട് കാണും. കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം ഏതാണ് ടേസ്റ്റ് ആയിട്ടുള്ളതെന്ന്. എനിക്ക് രണ്ടാമത്തതാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഞാൻ ആദ്യമായിട്ടാണ് ഈ പനീർ ഉപയോഗിക്കുന്നത്. അപ്പം നെസ്റ്റോയിൽ ഓഫർ ഉണ്ടായിട്ട് വാങ്ങിച്ചതേനും 2 ഉണ്ടേനും 2 പാക്കറ്റ് ആയിട്ടാണ്. അതും ചെറിയ ചെറിയ ക്യൂബാണ്. അമ്മന് ഭയങ്കര ഇഷ്ടമാണ് പനീർ. അപ്പം പനീർ, ബട്ടർ മസാല, പനീറിൻ്റെ കുറേ സ്നാക്സ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലെല്ലാം. രണ്ടാമത്തെ എടുത്തിട്ടുള്ളത് സ്പെഗറ്റിയാണ്. അതായത് നിങ്ങൾക്ക് നൂഡിൽസോ അല്ലെങ്കിൽ മാഗിയോ എടുക്കാം. സ്പെഗറ്റി ഉപയോഗിച്ച് ബാക്കിയുള്ളതുകൊണ്ട് പിന്നെ അതെടുത്തതാണ്. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രം ഞാൻ ഗ്യാസ് മേൽ വെച്ചിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോർമൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറേ നേരം ഇങ്ങനെ വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നൂഡിൽസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വലുതായതുകൊണ്ട് തന്നെ ആദ്യം ഫുള്ളായിട്ട് പോകില്ല. ഇപ്പം കണ്ട ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാവുന്ന ടൈം കൊണ്ട് നമുക്ക് മസാലക്കൂട്ടങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാം. ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് നീളമുള്ള സ്റ്റിക്ക് ടൈപ്പ് പനീറായിരുന്നു, പക്ഷേ ഈ ഒരു ടൈപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇതിന് പകരം ചിക്കനോ അല്ലെങ്കിൽ പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങോ എടുക്കാം. അത് കറക്റ്റ് സ്റ്റിക്ക് പോലെ ആക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാറ്റർ രണ്ടിനും കൂടിയിട്ടാണ്, അതുകൊണ്ടാണ് അത്ര ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതേ അളവ് തന്നെ കോൺഫ്ലോറും ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലെക്സ്, അത് കറക്റ്റ് തീർന്നു പോയിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് മുളകിൻ്റെ പൊടി, 1/4 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും. എന്നിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി യോജിപ്പിക്കണം. വെള്ളം കൂടി പോവരുത്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ടെങ്കിൽ ഇതുപോലെ കിട്ടണം. എൻ്റെ സൗണ്ട് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ഇപ്പോൾ ഡിലേ ആയത്. എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെങ്കിൽ പിന്നെ സൗണ്ട് കൊടുക്കാനൊന്നും പറ്റുന്നില്ല. നൂഡിൽസ് ഇവിടെ വെന്തിട്ടുണ്ട്, വെന്തടിയരുത്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം ഞാനിത് കോരി മാറ്റുന്നുണ്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും കറക്റ്റ് അല്ല, ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ. ഇനി ഇത് വെള്ളമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഇതിലൊട്ടും വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടാകാറ്, അതുകൊണ്ട് തന്നെ ഞാൻ ടിഷ്യൂ വെച്ചിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫുള്ളായിട്ട് മിക്സ് ആക്കണം. ഇതുപോലെ ചെയ്യണം. പിന്നെ എനിക്ക് പറ്റിയൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂബാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്റ്റിക്കാണെങ്കിൽ നന്നായിട്ട് നൂഡിൽസ് എനിക്ക് ചുറ്റാൻ പറ്റുമായിരുന്നു. ഇനി ഈ ബാറ്ററിൽ ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പനീറിൻ്റെ. എന്നിട്ട് മൊത്തത്തിൽ ഞാൻ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ഓരോ ക്യൂബും ഞാൻ നൂഡിൽസിൽ ഇട്ട് കൊടുത്തിട്ട് കവർ ചെയ്തിട്ട് നെയ്യിലിട്ട് മുക്കി പൊരിക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഫുൾ സ്പൈസി മസാലയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒന്നും വേണ്ടയില്ല, ഈസിയാണ്. നമുക്ക് ഉള്ളിയോ പച്ചമുളകോ ഒന്നും, അതൊരു പണി തന്നെയല്ലേ ഉള്ളിയെല്ലാം മുറിച്ചിടലെന്ന് വെച്ച് കഴിഞ്ഞാൽ. ആ ടൈം കൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഞാൻ ഗ്യാസ് മേൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് തീ കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഈ നൂഡിൽസ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. വലിയ നൂഡിൽസ് ആക്കുന്നത് കുറച്ച് റിസ്ക് ആണ്. അത് സ്റ്റിക്കാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഇനി ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ കവർ ചെയ്തിട്ട് ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോന്നായിട്ട് നെയ്യിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ല ക്രഞ്ചിയാണ് കേട്ടോ. ഈ ഒരു പനീർ പൊതുവേ നമ്മൾ അങ്ങനെ ഉപയോഗിക്കില്ല. നമ്മളെ നാട്ടിലേ ഉപയോഗിക്കലില്ല. ഞാൻ അധികം നമ്മളെ ഹിന്ദി ചാനലിലാണ് കാണൽ. ഇൻസ്റ്റാഗ്രാമിലെല്ലാം കുറേ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മനെ ഇങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാം ഒന്ന് ട്രൈ ചെയ്യാലോ എന്ന് വെച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ നമ്മളെ പനീർ നൂഡിൽസ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാം കോരി മാറ്റുന്നുണ്ട്. സംഭവം കാണാൻ അടിപൊളിയാണ്. മേലെ നൂഡിൽസ് എല്ലാം കവറായിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇപ്പം ഞാൻ കൈമേലിട്ടിട്ട് കാണിക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. പൊടിഞ്ഞിങ് വന്നിട്ടുണ്ട്. ഇതുവരെ പനീർ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ മെയിനായിട്ട് ഇങ്ങനെ നൂഡിൽസ് കവർ ചെയ്ത് പൊരിക്കുമ്പോൾ നല്ല ക്രിസ്പിയാണ് വരുന്നത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ ഐറ്റംസ് ഇതുകൊണ്ട് തന്നെ കാണിക്കുന്നത്. ഇത് ഇപ്പോൾ ഇവൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഉണ്ടെങ്കിൽ നല്ല കറുമുറൊന്നുമില്ലേ. ഇത് നമുക്കൊരു മുറുക്കിൻ്റെ എല്ലാം ഒരു ഫീലിംഗ് ആണ് എനിക്ക് വന്നിട്ടുള്ളത്. ഓൻ അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ഓനിക്ക് പനീറെല്ലാം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഓനിക്ക് കുഴപ്പമില്ല. മക്രോണിയും പാസ്തയെല്ലാം വെച്ചിട്ട് ഇതുപോലെ കറുമുറു ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതും ഈ ഒരു ടൈപ്പ് തന്നെ നല്ല ഹാർഡായിട്ടാണ് ഉണ്ടാവുക.
നന്നായിട്ട് പൊരിക്കുന്നുണ്ട് അവർ. ഇനി ഉണ്ടാക്കുന്ന രണ്ടാമത്തെ ഐറ്റംസ് കോൺഫ്ലക്സ് കൊണ്ടാണ്. കോൺഫ്ലക്സ് നന്നായിട്ട് പൊടിച്ചിട്ട് നേരത്തെ ഉണ്ടാക്കി അതേ ബാറ്ററിൽ മുക്കിയിട്ടുള്ള പനീർ ഇങ്ങനെ കോട്ട് ചെയ്ത് കവർ ചെയ്തിട്ട് ഞാൻ നെയ്യിലിട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇത് സൂപ്പറാണ്, മസ്റ്റ് ട്രൈ ആണ്. എനിക്ക് രണ്ടാമത്തെയാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർ ചോയ്സാണ്. ചിലർക്ക് കുറച്ച് ഹാർഡായിട്ടുള്ളത് കുഴപ്പമില്ല. എനിക്ക് പല്ലിന് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് രണ്ടാമത്തെയാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പ്രത്യേകിച്ച് സ്റ്റിക്ക് പോലെ ആക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി. ഞാനിത് കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ഉണ്ട്. ചൂടാലെ ഏതെങ്കിലും സോസും കൂട്ടിയിട്ട് തിന്നേ നല്ല ടേസ്റ്റ് ഉണ്ട്. മസ്റ്റ് ട്രൈ ആണ്. അതുമാത്രമല്ല, നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കുന്ന പണികളല്ലേ ഈ നോമ്പിനെല്ലാം നമ്മൾ ചെയ്ത് തീർക്കല്. ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ബറാത്ത് നോമ്പിൻ്റെ ടൈമിനാണ്. പിന്നെ സൗണ്ടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഡിലേ ആയിപ്പോയത്. ഇനിയും റെഡിയാവുമെന്ന് അറിയില്ല. ഇനിയും പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും.